ചിത്രം വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൃത. കൃതയിൽ ഫോട്ടോഷോപ്പ് പോലെ അല്ലെങ്കിൽ ജിംബ് പോലെ ക്യാൻവാസിലേക്ക് ലെയറുകൾ ആഡ് ചെയ്ത് ചിത്രം വരയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ലെയറുകൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാനോ എഡിറ്റ് ചെയ്യാനോ നീക്കി വയ്ക്കാനോ ഒക്കെ സാധിക്കും. കൃത എങ്ങനെയാണ് തുറക്കുന്നത്, കൃതയിൽ എങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ കൃത എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ കൃത തുറന്നു വന്നിട്ടുണ്ട്. ആദ്യം ന്യൂ ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാൻവാസിൻ്റെ ഡയമെൻഷൻ നമ്മളൊന്ന് ഫിക്സ് ചെയ്യണം. വിഡ്ത്ത് ഒരു 800 പിക്സലും ഹൈറ്റ് ഒരു 500 പിക്സലും ആക്കിയതിന് ശേഷം ക്രിയേറ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഒരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് സേവ് ചെയ്യണം. ഫയലിൽ പോയി സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പേര് കൊടുത്ത് കൃത ഡോക്യുമെൻ്റ് ആയിട്ട് ഈ പ്രോജക്റ്റിനെ സേവ് ചെയ്യുക. ഇവിടെ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ലെയർ പാലറ്റ്. ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനെ ഒന്ന് അൺലോക്ക് ചെയ്യണം. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് നമ്മൾ ആകാശം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്രേഡിയൻ്റ് എന്ന ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റണം. ഫോർഗ്രൗണ്ട് കളറ് ക്ലിക്ക് ചെയ്ത് സ്കൈ ബ്ലൂ ആക്കി മാറ്റുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ വെള്ളയാണ് നല്ലത്. അതും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് വെള്ള നിറമാക്കി മാറ്റുക. ഇനി വേണ്ടത് ഗ്രേഡിയൻ്റ് ടൂളിൻ്റെ സ്റ്റൈല് നിർണ്ണയിക്കുകയാണ്. അപ്പോൾ അതിനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏകദേശം മധ്യഭാഗം വരെ മൗസ് ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. ഇപ്പോൾ ആകാശം റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് താഴെ കടൽ ഭാഗം വരയ്ക്കുകയാണ്. അതിനായി റെക്റ്റാങ്കുലർ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൻ്റെ താഴെ ഭാഗം സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ബ്രഷ് ഉപയോഗിച്ച് നീല നിറം പെയിൻറ് ചെയ്യണം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ഫോർഗ്രൗണ്ട് കളറ് ഡാർക്ക് ബ്ലൂ ആക്കി സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷിൻ്റെ സൈസ് അല്പം ഒന്ന് കൂട്ടാം. ബ്രഷിൻ്റെ പ്രീസെറ്റിൽ പോയിട്ട് നല്ല ഒരു ബ്രഷ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ താഴെ ഭാഗത്ത് ഡാർക്ക് കളറിൽ ബ്ലൂ പെയിൻറ് ചെയ്താൽ മതി. ഇനി ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് മെനുവിൽ പോയി ഡീസെലക്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ Ctrl+Shift+A എന്ന ഷോർട്ട് കട്ട് കീയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കരയുടെ ഭാഗം വരയ്ക്കണം. കരയുടെ ഭാഗം വരയ്ക്കാൻ വേണ്ടി പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഭാഗം അല്പം ചെരിച്ച് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ നിറമുള്ള ഒരു ഭാഗം വരച്ച് ചേർക്കണം. ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. നല്ലൊരു നിറം ഉപയോഗിച്ച് മണ്ണിൻ്റെ നിറം കൊടുക്കുക. ഡീസെലക്ട് ചെയ്യാം. കടലിൽ ഒരു വേവ് ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ പ്രീസെറ്റിൽ ലഭിക്കും. പ്രീസെറ്റ് തുറന്ന് താഴെ സെർച്ച് ബാറിൽ വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സ്റ്റാമ്പ് എന്ന ടൂൾ കിട്ടും.
ടൂളിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോർഗ്രൗണ്ട് കളർ ഒരു സ്കൈ ബ്ലൂ ആക്കണം. അതിനായി ഫോർഗ്രൗണ്ട് കളർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കളർ പിക്കർ ടൂളുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലുള്ള ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്കൈ ബ്ലൂ നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നിറം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ബ്രഷ് പ്രീസെറ്റിൽ നിന്ന് ബ്ലെൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ബ്ലെൻഡർ ടൂൾ സെലക്ട് ചെയ്യുക. പിക്ചർ സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനും പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചും ഇത് ചെയ്യാം. പിക്ചറിനെ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കണമെങ്കിൽ സ്പേസ് ബാർ അമർത്തിപ്പിടിച്ച് മൗസ് ഉപയോഗിച്ച് വലിച്ചാൽ മതി. ഫോർഗ്രൗണ്ട് കളറ് നീലയാക്കി മാറ്റാം. ബ്ലെൻഡർ ടൂൾ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കടലിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി മേഘങ്ങൾ വരയ്ക്കണം. അതിനായി എയർ ബ്രഷ് സെലക്ട് ചെയ്യുക. എയർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയർ ബ്രഷ് കിട്ടും. ബ്രഷ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് പരമാവധി ഒന്ന് കുറച്ച് വയ്ക്കുക. ഫോർഗ്രൗണ്ട് കളറ് മേഘങ്ങളെ നിറം കിട്ടാൻ വേണ്ടിയിട്ട് ആഷ് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വളരെ സോഫ്റ്റായിട്ട് ആകാശത്ത് മേഘങ്ങളിങ്ങനെ വരയ്ക്കാം. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ നിറം ഒന്ന് മാറ്റി കൊടുക്കാം. വെളുത്ത മേഘങ്ങൾ വരയ്ക്കാം. ഫോർഗ്രൗണ്ട് കളർ വെള്ളയാക്കിയാൽ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയറിലെ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പുതിയ ലെയർ ആഡ് ചെയ്യണം. ആ ലെയറിലാണ് നമ്മൾ പുല്ലുകൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനായി ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ ആഡ് ചെയ്യാം. ഈ ലെയറിൻ്റെ പേര് നമുക്ക് ഗ്രാസ് എന്നാക്കി മാറ്റാം. ഇനി പുല്ലുകൾ വരയ്ക്കുന്നതിന് വേണ്ടി ബ്രഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രഷ് പ്രീസെറ്റിൽ പോയി ഗ്രാസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ പുല്ലിൻ്റെ ആകൃതിയുള്ളൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ നമുക്ക് ഒരു പച്ച നിറം ആക്കി മാറ്റാം. സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ബ്രഷ് സൈസ് ഒന്ന് അല്പം കുറച്ചിട്ട് ചെറിയ പുല്ലുകൾ ആഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ
പുല്ലിൻ്റെ കളറൊന്ന് മാറ്റി ഒരു മഞ്ഞ നിറത്തിലുള്ള പുല്ലുകളും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് ലൈറ്റ് ഹൗസ് വരയ്ക്കലാണ്. ലൈറ്റ് ഹൗസ് വരയ്ക്കാൻ വേണ്ടി പുതിയൊരു ലെയർ ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് ഈ ലെയറിന് ലൈറ്റ് ഹൗസ് എന്ന പേര് കൊടുക്കാം. ഈ ലൈറ്റ് ഹൗസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മറ്റ് ലെയറുകളെ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ലെയർ ഹൈഡായി മാറും. അതുപോലെ ഗ്രാസ് എന്ന ലെയറും ഹൈഡ് ചെയ്യാം. ഇനി ഈ ലൈറ്റ് ഹൗസിൻ്റെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഗ്രിഡുകൾ ആഡ് ചെയ്യാം, വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായി വ്യൂ മെനുവിൽ പോയി ഷോ ഗ്രിഡ് എന്ന ഓപ്ഷൻ ടിക്ക് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ നിറയെ ഗ്രിഡുകൾ കാണും. ഈ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് വലുതാക്കുക ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ലൈറ്റ് ഹൗസിൻ്റെ ചിത്രം വരയ്ക്കാൻ നമുക്ക് പെൻ ടൂളോ ഉപയോഗിക്കാവുന്നതാണ്, ബ്രഷ് ഉപയോഗിക്കാം. പക്ഷെ തൽക്കാലം ഇവിടെ പോളിഗൺ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലൈറ്റ് ഹൗസ് വരയ്ക്കുന്നത്. പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ലൈറ്റ് ഹൗസിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ ഷേപ്പിൽ ഒരു സെലക്ഷൻ നടത്തിയതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാം. ബ്രഷ് ഉപയോഗിച്ചോ ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ചോ നമുക്കിവിടെ പെയിൻറ് ചെയ്യാവുന്നതാണ്. ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ച് ഫോർഗ്രൗണ്ട് കളർ അല്പം ഡാർക്ക് റെഡും ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ റെഡും ഉപയോഗിച്ച് നമുക്ക് തൽക്കാലം വരയ്ക്കാം. അപ്പോൾ അല്പം ഉരുണ്ട ഷേപ്പ് പോലെ തോന്നിക്കും. ഇനി ഇതിൽ വിൻഡോസ് വരച്ച് ചേർക്കണം. അതിനും പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു വിൻഡോ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ നിറം കൊടുക്കണം. നിറം കൊടുക്കാനൊന്നുകിൽ ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ടോ ബ്രഷ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിറം കൊടുക്കാം. കറുപ്പ് കളറാണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ താഴെ ചെറിയൊരു നിറം മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനും പോളിഗൺ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്രേഡിയൻറ്റ് കളറൊന്ന് മാറ്റി കൊടുക്കണം. അല്പം ഡാർക്ക് അല്ലെങ്കിൽ ആഷ് കളറിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ഗ്രേഡിയൻ്റാണ് ചേർക്കേണ്ടത്. ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗ്രേഡിയൻ ടൂള് അപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ മറ്റൊരു വിൻഡോ വരച്ച് ചേർക്കണം. ഇങ്ങനെ ഈ ലൈറ്റ് ഹൗസിൻ്റെ പല വിൻഡോസും താഴെയായിട്ട് വരച്ച് ചേർക്കാം.
ഇനി ഇതുപോലെ പോളിഗൺ ടൂളും ഗ്രേഡിയൻ ടൂളും ഒക്കെ ഉപയോഗിച്ച് ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗവും മുകളിലുള്ള ത്രികോണ ആകൃതിയിലുള്ള ഭാഗമൊക്കെ വരച്ച് ചേർക്കാവുന്നതാണ്. താഴെ ഭാഗം, അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ, അതും ഇതുപോലെ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള നിറം ഉപയോഗിച്ച് അതൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ വർക്കെല്ലാം പൂർത്തിയായി. ഇനി നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം. അതിനുവേണ്ടി വ്യൂ മെനുവിൽ പോയിട്ട് ഷോ ഗ്രിഡ്സ് എന്ന ഭാഗം അൺചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത 2 ലെയറുകൾ അൺഹൈഡ് ചെയ്യാം. ഇപ്പോൾ 2 ലെയറുകളും, അതായത് ബാക്ക്ഗ്രൗണ്ട് ലെയറും ഗ്രാസ് എന്ന ലെയറും തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അല്പം 3D എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ ലൈറ്റ് ഹൗസ് ലെയറിനെ ഗ്രാസ് ലെയറിൻ്റെ പിന്നിലേക്ക് മാറ്റും. അതിനായി ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ലെയർ ക്ലിക്ക് ചെയ്ത് ഗ്രാസ് എന്നുള്ളതിൻ്റെ താഴേക്ക് വലിച്ചിടുക. ഇപ്പോൾ ഗ്രാസ് ലെയറിൻ്റെ പിന്നിലായിട്ടാണ് ലൈറ്റ് ഹൗസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ പൊസിഷൻ അല്പം ഒന്ന് മാറ്റണം. അതുപോലെ ഇതിൻ്റെ വലുപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ലെയർ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസിൻ്റെ ചുറ്റിലുമായിട്ടൊരു ചതുരം വരും, കുറച്ച് നോഡുകളൊക്കെ വരും. ആ നോഡുകൾ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ വലുപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ അല്പം ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ നീക്കി വയ്ക്കാം. ഇപ്പോൾ ചിത്രം പൂർത്തിയായി. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി ഫയലിൽ പോയി സേവ് ആസ് അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെയിം വേണമെങ്കിൽ മാറ്റാം. അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ മാറ്റണം. കൃത ഡോക്യുമെൻ്റ് എന്നുള്ളതിന് പകരം JPEG എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അങ്ങനെ ഈ ചിത്രം നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.